ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വൈകുന്നേരം ചായക്കൊപ്പം എളുപ്പത്തിൽ ചടപടയെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഗോതമ്പ് പൊടി കൊണ്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ സ്നാക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ റവ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. വറുത്തതാണെന്നുണ്ടെങ്കിലും വറുക്കാത്ത റവയാണെന്നുണ്ടെങ്കിലും പ്രശ്നമില്ല, ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. റവ ചേർക്കാം. കൂടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും. അപ്പോൾ ഇത് വന്നിട്ട് ഒരു 1/2 കപ്പാണ്. 1/2 കപ്പ് നിറയെ ഞാനിപ്പോൾ എടുത്തിട്ടില്ല, അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ലൈറ്റായിട്ടുള്ള മധുരം മതിയെങ്കിൽ 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. പൊടിച്ചെടുത്ത ഈ ഒരു മിക്സും കൂടി നമ്മുടെ മാവിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. എല്ലാ മാവും കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് പാലാണ്. 1 കപ്പ് അളവിൽ തിളപ്പിച്ച് തണുപ്പിച്ചെടുത്ത പാലാണ് കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. ആ പാൽ ഇതിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചായിട്ട് പാൽ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ചില ഗോതമ്പ് പൊടിയിൽ ഒരുപാട് ഇങ്ങനെ പാല് വലിച്ചെടുക്കും കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കൺസിസ്റ്റൻസി വരുന്നത് വരെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ പാല് കുറച്ച് മതിയെങ്കിൽ ആ ഒരു രീതിക്ക് ചേർക്കാം. കുറച്ചും കൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസി വരുന്നത് വരെ നമ്മളൊന്ന് പാല് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടിയാണ്. അപ്പോൾ ആ വാനിലയുടെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇതിന് പകരം നമുക്ക് ഇതിലേക്ക് ഏലക്ക പൊടിച്ചതുണ്ടെങ്കിൽ അതൊരു 1/2 ടീസ്പൂണും ചേർക്കാവുന്നതാണ്. ഏത് ഫ്ലേവറാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ആവശ്യമായിട്ടുണ്ട്. അതും കൂടി ചേർക്കുകയാണ്. ഇതുപോലെ ഒരു പിഞ്ച് അളവിൽ മാത്രം ഉപ്പും കൂടി. ഇനി ഇത് വീണ്ടും നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് തന്നെ ഈ ഒരു രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് പെട്ടെന്ന് മിക്സ് ചെയ്തെടുത്തേക്കണം കേട്ടോ. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അത്രയും സമയം കൊണ്ട് തന്നെ കുറച്ചും കൂടി ഇതൊന്ന് കട്ടിയായിട്ട് കിട്ടും. അതായത് നമ്മളിതിലേക്ക് റവ ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ കുറച്ചും കൂടി ഒന്ന് തിക്കാവും കേട്ടോ ഈ ഒരു 10 മിനിറ്റ് കൊണ്ട്. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് കുറച്ചും കൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് നമ്മുടെ ബാറ്റർ കേട്ടോ. ഇനി വീണ്ടും നന്നായിട്ട് തന്നെ ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഒരു സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കറുത്ത എള്ളും കൂടിയാണ്. വറുത്തെടുത്ത കറുത്ത എള്ളാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് ആ എള്ള് ചേർക്കാവുന്നതാണ്. നമ്മുടെ അളവിനനുസരിച്ചിട്ട് ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു അളവിലാണ് നമ്മുടെ ഈ ബാറ്റർ ഉണ്ടാകേണ്ടത്. നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഇനി നമുക്ക് നല്ല ചൂട് എണ്ണയിലേക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് കോരി ഒഴിച്ച് ഒന്ന് പൊരിച്ചെടുക്കാവുന്നതാണ്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഇപ്പോൾ നല്ലതുപോലെ തന്നെ ഒന്ന് ചൂടായിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെക്കാം. ഇനി നമുക്കൊരു സ്പൂണിനൊന്ന് വെള്ളത്തിലേക്ക് നനച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്പൂൺ നനച്ച് കൊടുത്തതിന് ശേഷം ഓരോ തവണയും മാവ് ഇതിന്നൊരു അല്പമായിട്ട് കോരി നമ്മുടെ എണ്ണയിലേക്ക് ചേർക്കാവുന്നതാണ്. അതായത് നമ്മൾ ഉഴുന്നുവട നമ്മൾ തയ്യാറാക്കുമ്പോൾ ഓരോ തവണയും നമ്മുടെ കൈ നനച്ചെടുക്കില്ലേ വെള്ളത്തിൽ, അതുപോലെ തന്നെ ഓരോ തവണയും സ്പൂൺ ഒന്ന് നനച്ചിട്ട് വേണം മാവ് എടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ മാവ് ആ സ്പൂണിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അതിൻ്റെ പേരിലാണ് കേട്ടോ. മാവ് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നീട് ഫ്ലെയിം മീഡിയത്തിൽ വെക്കേണ്ട ആവശ്യമില്ല. മീഡിയത്തിൽ നിന്ന് അല്പം കൂടി കുറച്ച് വേണം വെക്കാനായിട്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ മാവൊക്കെ നന്നായിട്ട് ഇതിന് ഉൾഭാഗമൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടേണ്ടതായിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് തന്നെ നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് പെരുകി വരും കേട്ടോ. ഡബിൾ സൈസായിട്ട് ഇത് കിട്ടും. വളരെ സോഫ്റ്റായിട്ട് വളരെ രുചികരമായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. കുറഞ്ഞ ഫ്ലെയിമിൽ ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കിത് എടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും ചെയ്തെടുക്കാം. എളുപ്പത്തിന് ചായക്കൊപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതല്ലേ. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം കേട്ടോ. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്.
എത്ര സിമ്പിളായിട്ടാണല്ലേ നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.